ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ പഴയ ലുങ്കി അതുപോലെ തന്നെ നൈറ്റി ടീഷർട്ടൊക്കെ ഉണ്ടെങ്കിൽ കളയുന്നതിന് മുന്നേ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു ഫുൾ കൈ ആയിട്ടുള്ള ഒരു ടീഷർട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ആവശ്യമില്ലാത്തതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൈയാണ് ഞാൻ വെട്ടിയെടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് പർദ്ദൻ്റെ അടിയിലും ഒക്കെ ആയിട്ട് നമ്മൾ കയ്യറ യൂസ് ചെയ്യില്ലേ, അങ്ങനെയൊക്കെ യൂസ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു നമുക്ക് കയ്യിൻ്റെ അളവിനനുസരിച്ചിട്ട് ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കയ്യറായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ആരും തന്നെ ഇങ്ങനെ ഫുൾ കൈ ആയിട്ടുള്ള ടീഷർട്ടൊക്കെ കിട്ടുമ്പോൾ കളയരുത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെയൊക്കെ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് തന്നെ നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. വെറുതെ കാശൊക്കെ കൊടുത്ത് വാങ്ങുന്നതിലും പകരം നമുക്ക് ഇതുപോലെയുള്ള ഒരു ഐഡിയ ചെയ്ത് നോക്കുന്നതാണ്. പിന്നെ നമ്മൾ ഇതിൽ സൂചിയോ അതുപോലെ സേഫ്റ്റി പിന്നോ ഒന്നും ഉപയോഗിക്കുന്നില്ല. മാക്സിമം അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനിത് ഇട്ട് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിട്ടിട്ടാണ് ബാക്കിയുള്ള വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള ടീഷർട്ടിൻ്റെ ഫുൾ കൈ ഒന്നും നിങ്ങൾ കളയും. അടുത്തതായിട്ട് ഈ ഒരു ടീഷർട്ട് വെച്ചിട്ട് ഒരു അടിപൊളി ഹെയർ ബാൻഡാണ് കേട്ടോ മേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ന്യൂ ബോൺ ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ബാൻഡാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2 month ആയിട്ടുള്ള ബേബിക്കുള്ളതാണ്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ആർക്കും ഇത് ചെയ്തെടുക്കാം. അപ്പോൾ അതാണ് പഴയ ടീഷർട്ട് ഇതൊന്നും കളയരുതെന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഹെയർ ബാൻഡ് മേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ബനിയൻ ക്ലോത്ത് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. പിന്നെ ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ബനിയൻ ആയതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇളകി പോകുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് നമ്മൾ അതൊക്കെ പിടിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് കിട്ടും. ഇനി നമുക്ക് ഈ ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ആ ഒരു ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുക. ആ കട്ടിയായിട്ട് നിൽക്കുന്ന ആ ഭാഗം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതൊന്ന് പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ തന്നെ നല്ല നീണ്ടിട്ട് നമ്മൾ ന്യൂ ബോൺസിനൊക്കെ യൂസ് ചെയ്യുന്ന നൈലോൺ ബാൻഡിൻ്റെ പോലെ ആയിട്ട് നമുക്ക് ഈ ഒരു ടീഷർട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് നൈലോൺ ബാൻഡ് വാങ്ങിക്കാണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഹെയർ ബാൻഡ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ 2 അറ്റമ്പാടെ കൂട്ടിയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യേണ്ടവർക്ക് സ്റ്റിച്ച് ചെയ്യുക, അല്ലെങ്കിൽ സൂചി നൂല് ഉപയോഗിച്ചിട്ട് ചെയ്യുക. ഞാനിത് കെട്ടി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി ഇതില്ലേ നല്ല ടൈറ്റായിട്ട് തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് കെട്ടി കൊടുക്കണം കേട്ടോ. ഇനി ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ബോ കൂടി വെച്ച് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഇതിനെ ഫ്ലവറും കൂടി ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു പീസാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിനെ ഇതുപോലെ വെച്ചിട്ട് അധികം പേർക്കും അറിയുന്നുണ്ടാവും ബോ മേക്ക് ചെയ്യാനൊക്കെ ആയിട്ട്. പിന്നെ അതൊന്നൊരു ചെറിയ പീസ് എടുത്തിട്ട് വലിച്ചു കൊടുത്തപ്പോൾ ഇതുപോലെ ചുരുണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് സെൻറ്ററിലായിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലേസോ അതുപോലെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ബോ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് പഴയ ടീഷർട്ടൊക്കെ വെച്ചിട്ട് പല ഐറ്റംസും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മൾ ബോ ഒക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ആ ഒരു ഹെയർ ബാൻഡിലേക്ക് ഒന്ന് വെച്ച് കെട്ടി കൊടുക്കാം. അപ്പോൾ ഞാൻ ആ കെട്ടിട്ട ആ ഭാഗം ഈ ബോൻ്റെ അടിഭാഗത്തായിട്ട് വെച്ചിട്ട് ആ ബോ കെട്ടീൻ്റെ ആ ഒരു ത്രെഡ് വെച്ചിട്ട് തന്നെയാണ് അത് കെട്ടിക്കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആ ബോ കെട്ടിയിട്ടുള്ള ബാക്കി ത്രെഡ് കൊണ്ട് തന്നെയാണ് ഞാൻ ആ ഒരു ഹെയർ ബാൻഡിലേക്കും ഇത് കെട്ടി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല രീതിക്ക് തന്നെ അതിനെ അവിടെ ഒന്ന് ഫിറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾ സൂചി നൂല് ഉപയോഗിച്ചിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ബട്ടർഫ്ലൈ വെച്ചിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇത് ഫസ്റ്റ് ഈ ടീഷർട്ടിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ഹെയർ ബാൻഡ് മേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ പില്ലോ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ പില്ലോ കവറാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ആ പില്ലോ അതിലേക്ക് വെച്ചിട്ട് ഞാൻ ഈ ഒരു സ്കെയിലിൻ്റെ ഈ ഒരു ഇങ്ങനെ അളവ് വെച്ചിട്ടാണ് കേട്ടോ അത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് നമുക്കൊന്ന് ആദ്യം അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ പഴയൊരു പെയിൻറ് വെച്ചിട്ട് ഒരു ബാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ വളരെ യൂസ്ഫുള്ളാണ് ആ വീഡിയോ ഒക്കെ. അപ്പോൾ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ.
അപ്പോൾ ഇതുപോലെ ഒന്ന് കറക്റ്റ് അടയാളപ്പെടുത്തിയിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ടീഷർട്ടിൽ മാത്രമല്ല കേട്ടോ, നൈറ്റിയിലാണെങ്കിലും അതുപോലെ തന്നെ ലുങ്കിയിലാണെങ്കിലും ഒക്കെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഇത് ഞാൻ ടീഷർട്ട് എടുത്തപ്പോൾ അങ്ങനെ ഈ ഒരു ടീഷർട്ട് വെച്ചിട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ ഒരു പില്ലോനെ ഇത് വെച്ചിട്ട് ഇതിൻ്റെ എല്ലാ കോർണറും ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. 4 മൂലയും ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ശേഷം നമുക്ക് അതിനെ 4 പുറം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. ഈ പില്ലോ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് കേട്ടോ, ഈ പില്ലോൻ്റെ കവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ ചെയ്തിട്ട് അവരെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റുന്ന ഒന്നാണ് കേട്ടോ ഇത്. പക്ഷേ കുറച്ച് കട്ടിങ്ങിലും അത് കെട്ടിക്കൊടുക്കുന്ന രീതിക്കും കുറച്ച് നേരം ഒന്ന് ക്ഷമിച്ചിരിക്കണം കേട്ടോ, എന്നാലേ കഴിയുള്ളൂ. അത്രയ്ക്ക് അങ്ങോട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് ഇതിനോട് ഇഷ്ടമായിട്ട് അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കഴിയും കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാ 4 വശം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് കട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ ഇതിനെ കെട്ടിക്കൊടുക്കുന്നതും ഒന്നും ഞാൻ കാണിക്കുന്നില്ല, കാരണം വീഡിയോ ഒരുപാട് ലെങ്ത് ആവുകൊണ്ട് ഫുള്ളായിട്ട് കട്ട് ചെയ്യണതൊന്നും കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് കേട്ടോ ലാസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്കിതിനെ 2 ഭാഗമായിട്ട് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളുടെ ആ ഒരു പില്ലോ വെച്ച് കൊടുത്തിട്ട് നമ്മൾ പിന്നെ കെട്ടിക്കൊടുക്കുകയാണ്. ഇനി ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ ഓരോ മൂലകളിൽ കെട്ടിക്കൊടുക്കണം കേട്ടോ. കോർണറായിട്ട് നമ്മൾ അടിയിൽ നിന്നും അതുപോലെ തന്നെ മുകളിൽ നിന്നും ഇതുപോലെ ഓരോ പീസ് എടുത്തിട്ട് 2 കെട്ടായിട്ടാണ് കെട്ടിക്കൊടുക്കുന്നത്. പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കെട്ടിക്കൊടുക്കുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് നമ്മളിത് ചെയ്യാം കേട്ടോ, കാരണം നമുക്ക് പിന്നെ ലാസ്റ്റ് ആകെ കൊളായിട്ടുണ്ടാവും. അപ്പോൾ നോക്കിയിട്ട് ചെയ്യാം കേട്ടോ ഇത് കെട്ടിക്കൊടുക്കുന്ന ടൈമിൽ. അപ്പോൾ ആദ്യം കോണ് കെട്ടിക്കൊടുത്തതിന് ശേഷം പിന്നെ ബാക്കിയുള്ളത് ഇങ്ങനെ അതേ സെയിം ഇങ്ങനെ കെട്ടി പോരുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് ചെയ്ത് കഴിഞ്ഞാലാണെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇത് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ പില്ലോ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ പഴയ തുണികളൊക്കെ കളയുന്നതിന് മുന്നേ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ് ആയെങ്കിൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്